കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൂർക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നവമാധ്യമ സ്റ്റുഡിയോയിൽ നിന്ന് വർത്തമാനം ആരംഭിക്കുന്നു. ഇന്ന് ജൂലൈ മാസം 27-ാം തീയതി. ഒരു ശ്രദ്ധാഞ്ജലിയോടുകൂടിയാണ് ഇന്നത്തെ വർത്തമാനം തുടങ്ങുന്നത്. സ്വപ്നം കാണണം വാനോളം എന്ന് പറഞ്ഞ അഗ്നിച്ചിറകുകളുടെ ആരാധകനായ നമ്മുടെ പ്രിയപ്പെട്ട റോക്കറ്റ് മാൻ എന്ന അപരനാമത്താൽ ഏവരും ആശ്ലേഷിക്കുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ വർത്തമാനം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. പതിവ് പോലെ കോവിഡ് വിശേഷങ്ങളുമായി തന്നെയാണ് ഇന്നും വർത്തമാനം തുടരുന്നത്. ഇന്ന് കേരളത്തിലാകെ 702 പേർക്കാണ് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 43 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് ബാധിതരായി എന്നുള്ളത് ആശങ്കാജനകമാണ് എന്നുള്ളതിൽ തർക്കമില്ല. അതേസമയം 745 രോഗികൾ രോഗമുക്തരായി എന്നുള്ളതുമുണ്ട്. 483 പേർക്ക് സമ്പർക്കം വഴി രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഉറവിടമറിയാത്ത 35 പേരാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നേ വരെ ചികിത്സയ്ക്ക് 9611 പേർ എത്തിയിട്ടുണ്ട്. ക്ലസ്റ്ററുകളിലും രോഗവ്യാപനം കൂടുന്നു എന്നുള്ളതാണ് മറ്റൊരു ചെറിയ ആശങ്ക ഉളവാക്കുന്നത്. ഈ വാർത്തയിൽ യാതൊരു കാരണവശാലും പരിഭ്രമം വേണ്ട. പരിഭ്രമം അശേഷമരുത്. രോഗം ആരിൽ നിന്നും ആരിലേക്കും പകരാം. അത് സ്വയം സുരക്ഷിതരാവുക എന്നത് മാത്രമാണ് ഏകമാർഗം. അകലം പാലിക്കുക. SMS മറക്കാതിരിക്കുക. സോപ്പ്, മാസ്ക് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസ്. ഈ വൈറസിനെ അകറ്റി നിർത്തണം. അകറ്റി നിർത്തിയേ പറ്റൂ. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമ്മുടെ വിജയമാണ് അനിവാര്യമായിട്ടുള്ളത്. 65 കഴിഞ്ഞാൽ അധിക സുരക്ഷ അനിവാര്യമായിട്ടുള്ള ഒരു സന്ദർഭമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടെ ഇത്തരുണത്തിൽ ഓർക്കണമെന്നാണ് വർത്തമാനത്തിന് സൂചിപ്പിക്കാനുള്ളത്. വേണം ജാഗ്രത, ജീവന്റെ വിലയുള്ള ജാഗ്രത. പോലീസ് ഈ കാര്യത്തിൽ പോലീസ് നടപടികളും ശക്തമാക്കുമെന്ന്, പോലീസിന്റെ നിയന്ത്രണവും ശക്തമായിരിക്കുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രത്യേകം ഇന്നത്തെ വാർത്താ പ്രക്ഷേപണത്തിൽ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് 40 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വ്യാപകമായ ചികിത്സാ സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സൗകര്യങ്ങൾ അതിവ്യാപകമായിട്ടാണ് തൃശൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ജില്ലാ ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ കോവിഡ് ചികിത്സാ സൗകര്യമുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഈ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് എന്നത് വർത്തമാനം അങ്ങേയറ്റത്തെ സന്തോഷത്തോടെയാണ് സംപ്രേഷണം ചെയ്യുന്നത്. അമല, ജൂബിലി മെഡിക്കൽ കോളേജുകൾ, ദയ ജനറൽ ആശുപത്രി തുടങ്ങിയിട്ടുള്ള സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇന്ന് ഇത്തരം പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ തയ്യാറെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ നാം ഇതേവരെയായി 6033 കിടക്കകളും അതിനാവശ്യമായ ആരോഗ്യ പ്രവർത്തകരെയും സജ്ജരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു 1200 കിടക്കകൾ അടുത്ത ദിവസം തന്നെ സുസജ്ജമാകുമെന്ന് നാട്ടികയിൽ നിന്ന് അറിയിപ്പും ഉണ്ടായിട്ടുണ്ട്. ഇത് കോവിഡ് പ്രതിരോധത്തിന് തൃശൂർ ഒരു മാതൃക കാണിക്കുകയാണ് എന്നതിൽ നമുക്ക് ആശ്വസിക്കാം. മറക്കരുത്, ഇതൊക്കെയാണെങ്കിലും SMS, സോപ്പ്, മാസ്ക് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസ്. അതിജാഗ്രത നിർബന്ധമാണ്. അകറ്റി നിർത്തണം ഈ വൈറസിനെ ജീവന്റെ വിലയുള്ള ജാഗ്രതയുമായി എന്നുള്ളതാണ് വർത്തമാനം ആവർത്തിക്കുന്നത്. ഇന്നത്തെ കോവിഡ് വ്യാപന നിരക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും വരുമ്പോൾ വളരെ ആശ്വാസം തരുന്ന മറ്റൊരു വാർത്ത ഇന്ന് എല്ലാ പത്രത്താളുകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മൃതദേഹത്തിൽ നിന്ന് കോവിഡ് പകരില്ല എന്നുള്ളതാണ്.
സചേതനമായ ഒരാൾ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ തെറിക്കുന്ന സ്രവത്തിൽ നിന്ന് മാത്രമേ കോവിഡ് പകരാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നത് വെറുതെയല്ല, മറ്റാരുമല്ല, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലാണ് വളരെ കൃത്യതയോടുകൂടെ ഈ വിവരം നമുക്ക് തന്നിട്ടുള്ളത്. എന്ന് കരുതി മൃതദേഹ സംസ്കരണത്തിനും മൃതദേഹ ദർശനത്തിനുമൊക്കെ അവസാനമായി ഓടിക്കൂടുന്ന പതിവ് പരിപാടി വേണ്ട എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഇളവോ വീഴ്ചയോ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നുള്ളതാണ് വസ്തുത. കോവിഡ് വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം പാരാമെഡിക്കൽ രംഗത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നഴ്സിംഗ്, ലാബ് ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയേഷൻ തെറാപ്പി, ഓപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി തുടങ്ങിയ കോഴ്സുകളിലേക്ക്, ഗ്രാജുവേഷൻ ലെവലിലുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. അപേക്ഷ ക്ഷണിച്ചു. ഇന്നു മുതൽ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓഗസ്റ്റ് 25 വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ കേരള ഭരണത്തിൽ ഒരു ചരിത്ര സംഭവം ഉണ്ടായ ദിവസമാണ്. പല ചരിത്രങ്ങളും രചിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷ ഭരണസമിതി എല്ലാം. കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഭരണസമിതികളെല്ലാം കേരളത്തിൽ പലതരത്തിലുള്ള ചരിത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും വർത്തമാനം കടക്കുന്നില്ല. ഇന്നത്തെ ചരിത്രം മറ്റൊന്നുമല്ല, ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് തന്നെ കേരളത്തിലെ മന്ത്രിസഭയും അതിൻ്റെ മീറ്റിങ്ങുകൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഇന്ന് ഓൺലൈൻ മന്ത്രിസഭാ യോഗം നടന്നു. ഇന്നത്തെ ക്യാബിനറ്റ് യോഗം രാവിലെ 10 മണിക്ക് ആ രീതിയിലാണ് നടന്നത്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സർക്കാർ യോഗങ്ങളെല്ലാം പരമാവധി ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ മന്ത്രിസഭയും ഓൺലൈനായി നടത്തി നാം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. ആശ്വാസവും ആഹ്ലാദവും പകരുന്ന മറ്റ് ചില വർത്തമാനങ്ങൾ കൂടെ ഇന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഈ കോവിഡിൻ്റെ തീവ്രതയും അതിൻ്റെ വ്യാപനവും അതിനെ പ്രതിരോധിക്കാനുള്ള ഭരണ സംവിധാനത്തിൻ്റെ ചെടുതിയുമൊക്കെ നിലനിൽക്കെ ഈ നാട്ടിലെ പാവങ്ങളുടെ, അശരണരുടെ, അവർക്ക് ആശ്വാസം നൽകുന്ന സമീപനത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മാറ്റമില്ല എന്ന് തെളിയിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമ പെൻഷനുകളും ആയി ഏതാണ്ട് 2600 രൂപ ലഭിക്കത്തക്ക വിധം 29-ാം തീയതി മുതൽ അർഹരായവർക്ക് വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. കർഷക തൊഴിലാളികൾ, വൃദ്ധർ, വികലാംഗർ, 50 കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾ, വിധവകൾ തുടങ്ങി 48,31,518 പേർക്കാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വഴി ആശ്വാസം ലഭിക്കുക. അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധികളിലായി 10,62,265 പേർക്ക് പെൻഷൻ ആനുകൂല്യങ്ങളും 29-ാം തീയതി വിതരണം ചെയ്തു തുടങ്ങും. മൊത്തം ഏതാണ്ട് 1,270 കോടി രൂപയാണ് ഇടതുമുന്നണി സർക്കാർ ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ, ഈ രോഗാതുരരെ സഹായിക്കാനൊക്കെയായി മാറ്റിവെച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്നത്തെ വർത്തമാനം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നലെ സംപ്രേഷണം ചെയ്ത പോലെ, അറിയിച്ചതുപോലെ ഇന്നു മുതൽ ഞങ്ങൾ പുതിയ പംക്തികൾ തുടങ്ങുകയാണ്. ആദ്യത്തെ പംക്തി മറ്റൊന്നുമല്ല, എൻ്റെ ദൃഷ്ടിയിൽ എന്നാണ്. നമ്മുടെ പ്രിയങ്കരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് എം വർഗീസ് ഇന്ന് ആദ്യത്തെ എഡിഷൻ അവതരിപ്പിക്കും. ആ എഡിഷനിൽ കോവിഡ് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ദൃഷ്ടിയിൽ എന്നുള്ളതാണ് വിഷയം. ഇന്നത്തെ വർത്തമാനം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
സഖാക്കളെ, CPM കുറുക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള നവമാധ്യമ സ്റ്റുഡിയോയിൽ ഇന്ന് ഒരു പുതിയ പംക്തി കൂടിയിട്ട് തുടങ്ങുകയാണ്. എൻ്റെ ദൃഷ്ടിയിൽ അതാണ് പംക്തി. കോവിഡ് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് CPMന്റെ സമുന്നത നേതാവും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സഖാബ് MM വർഗീസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ തത്സമയ പരിപാടി അദ്ദേഹം അതിൽ കൂടെ വിശദീകരിക്കും. അദ്ദേഹത്തെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തുടങ്ങാം. ഒന്ന് ഓഫാക്കി. സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടിപ്പോൾ കോവിഡ് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ദൃഷ്ടി ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സംഭാഷണം നടത്താനാണ് കുറുക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഈ നവമാധ്യമ രംഗത്തെ ഇടപെടൽ, അതിൻ്റെ ഭാഗമായിട്ട് CPIMന്റെ കുറുക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റി മാധ്യമരംഗത്ത് ഇടപെടുന്നതിൻ്റെ ഭാഗമായി തന്നെ ഒരു പുതിയ സ്റ്റുഡിയോ ആരംഭിച്ച് ആ നിലയിലുള്ള പ്രവർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം അക്കാര്യത്തിൽ കുറുക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റിയെ CPMന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അവരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ കോവിഡ് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ച് വിശദമായിട്ടല്ലെങ്കിൽ പോലും സാമാന്യേന ഉള്ള ഒരു പരിശോധന, വിശകലനം നടത്തിക്കൊണ്ട് മാത്രമാണ് ഏത് ദിശയിലാണ് രാഷ്ട്രീയ പ്രവർത്തനം ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് നടത്താൻ കഴിയുക എന്ന് വിലയിരുത്താനായിട്ട് കഴിയുക. ഇന്നിപ്പോൾ ലോകം ഈ കൊറോണ വൈറസ് എന്ന മഹാമാരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഇന്നത്തെ പത്രങ്ങളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ലോകത്ത് 1,63,35,097 പേർക്ക് രോഗബാധ ഉണ്ടായതായിട്ട് കാണാൻ കഴിയും. അപ്പം അതിൽ 6,50,438 പേര് മരണപ്പെട്ടു എന്നാണ്.
നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ 14,36,019 പേർക്ക് രോഗം ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ട്. 32,812 പേര് മരണത്തിന് കീഴ്പ്പെട്ടു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ വന്നിട്ടുള്ള വിവരങ്ങൾ ഇവിടെ നിങ്ങളോട് വിജയകുമാർ തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ കേരളത്തിൽ 19,025 പേരാണ് രോഗികളായിട്ടുള്ളത്. ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ്. അതിൽ 9,655 പേര് ചികിത്സയിലാണ്. രോഗവിമുക്തര് 9,300. ഇതാണ് കണക്ക്. കേരളത്തിൽ 67 പേര് മരണപ്പെട്ടു എന്നാണ് കണക്ക്. ഇന്ന് വന്ന കണക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, കാരണം തെല്ല് മുമ്പ് നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മരണ റേറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ലോകത്ത് ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ നിലയിലും വലിയ കുറവാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ COVID-19 എന്ന മഹാമാരി അത് ലോകത്ത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ വ്യാപനം നടക്കുന്നു എന്ന ഗൗരവപ്പെട്ട സംഗതി നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലിപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. രോഗവ്യാപനം ഏറ്റവും അധികം നടക്കുന്നതും അമേരിക്കയിൽ തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് ബ്രസീലാണ് രോഗവ്യാപനത്തിൻ്റെ കാര്യത്തിൽ. നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം 3-ാം സ്ഥാനത്താണ്. ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇവിടെ മറ്റൊരു സംഗതി കൂടി നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ എന്ന നിലയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്ന രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, മുതലാളിത്ത അടിസ്ഥാനത്തിൽ വികാസം നേടിയിട്ടുള്ള രാജ്യങ്ങളാണ്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ എന്ന് പൊതുവെ പറയും. ആ രാജ്യങ്ങളിലെല്ലാം, അതിപ്പോൾ ബ്രിട്ടൻ ആയാലും ഇറ്റലി ആയാലും ജർമ്മനി ആയാലും, ഇവിടങ്ങളിലെല്ലാം വൻതോതിൽ രോഗത്തിൻ്റെ വ്യാപനം നടന്നു വരുന്നു. അതുപോലെ 10,000-കണക്കിന് ആളുകൾ മരണത്തിന് വിധേയപ്പെടുന്നു എന്ന് കാണാനായിട്ട് നമുക്ക് കഴിയും. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത്, ഈ COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ലോകത്ത് തന്നെ ചൈനയിലാണ്. അവരുടെ വുഹാൻ എന്ന് പറയുന്ന പട്ടണം ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. ജനസംഖ്യയിൽ നല്ല നിലയിൽ വലിയ ഒരു പട്ടണമാണ്, ഒരു മെട്രോ സിറ്റിയാണ് ചൈനയെ സംബന്ധിച്ച്. അത് 2019 ഡിസംബർ മാസത്തിലാണ് ഈ COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആ നിലയിലാണ്, ആ അടിസ്ഥാനത്തിലാണ് COVID-19 എന്ന പേര് ഈ കൊറോണ വൈറസിന് വരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ചൈനീസ് ഗവൺമെന്റ് വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു. ചൈനീസ് ജനതയെ അണിനിരത്തിക്കൊണ്ടാണ് അവർ ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിപ്പോൾ ചൈനീസ് ഗവൺമെന്റ് മാത്രമല്ല, അല്ലെങ്കിൽ ചൈനീസ് ജനതയ്ക്ക് മാത്രമല്ല. വിയറ്റ്നാം ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്, ചെറിയ രാജ്യമാണ്, പക്ഷെ അവർക്ക് ഈ COVID-19 പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്യൂബ ലാറ്റിൻ അമേരിക്കയിലെ ഒരു ചെറിയ രാജ്യമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് രാഷ്ട്രീയ അധികാരത്തിൽ. ക്യൂബ ഈ COVID-19 പ്രതിരോധിച്ചിട്ടുണ്ട് നല്ല നിലയിൽ. ക്യൂബയെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടത്, ക്യൂബയിലെ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സുമാർ, ഇവരെല്ലാം തന്നെ ക്യൂബയ്ക്ക് വെളിയിൽ അമേരിക്കയിൽ ഉൾപ്പെടെ പോകാനും ഈ രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ ഇടപെടാനും അവർക്ക് കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ക്യൂബൻ ഗവൺമെന്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അതേ സമയത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക്, വികസിത രാജ്യങ്ങൾക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് കഴിയുന്നില്ല. അവർ
ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. അപ്പം അമേരിക്കയെ സംബന്ധിച്ച് എന്താ പറഞ്ഞിരുന്നത്? നമ്മളൊക്കെ ധരിച്ചാൽ നമ്മളെ ധരിപ്പിക്കാൻ ശ്രമിച്ചത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ തന്നെ പറുദീസയാണ് എന്നാണ് അവർ പറഞ്ഞത്. അവിടെ സാമ്പത്തികമായി നല്ല നിലയ്ക്കുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യരുടെ വരുമാനം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാം അവിടെ നല്ല നിലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗം എന്ന അവകാശവാദമാണ് അമേരിക്കൻ ഗവൺമെൻറ്റും അവിടുത്തെ ജനങ്ങളും ആ നിലയിലുള്ള അവകാശവാദമാണ് മുന്നോട്ട് വെച്ചത്. അമേരിക്ക ഇന്നും ലോകത്ത് ഒന്നാമത്തെ രാഷ്ട്രീയ ശക്തിയാണ്, സാമ്പത്തിക ശക്തിയാണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കമില്ല. അതിൽ നമുക്ക് അഭിപ്രായ ഭേദമൊന്നുമില്ല. പക്ഷേ ഇവരവകാശപ്പെടുന്ന പോലെയല്ല കാര്യങ്ങൾ. അവിടെ ഒരു വിഭാഗത്തിന് മാത്രമാണ്, ഈ കോർപ്പറേറ്റ് മേഖല, അവരുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമാണ് ജീവിത സുരക്ഷയുള്ളത് എന്ന് നമ്മൾ കാണുന്നു. തൊഴിലാളികൾ ഉൾപ്പെടെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ അവിടെ പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അവരുടെ സാഹചര്യം, ജീവിത സാഹചര്യം, സാമ്പത്തിക ജീവിതം അങ്ങേയറ്റം പ്രയാസകരമാണ് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അവിടെ പ്രത്യേകമായിട്ടുള്ള നിബന്ധനകളില്ല. ഇനി ഗവൺമെൻറ് എന്തെങ്കിലും നിബന്ധനകൾ പറഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറല്ല. അരാഷ്ട്രീയമായ അവസ്ഥയാണ്. പ്രത്യേകിച്ച് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ അവകാശവാദം അവർ മുന്നോട്ട് വെച്ചെങ്കിലും വല്ലാത്തൊരവസ്ഥയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൗലിക പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അത് രണ്ട് സാമൂഹ്യ വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചാണ് നമ്മൾ കാണുന്നത്, ഇക്കാര്യത്തിൽ ഉൾപ്പെടെ. അതായത് ഈ കൊറോണ വൈറസ് COVID-19 എന്ന മഹാമാരിയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വിജയിക്കാൻ ചൈന ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അതേസമയത്ത് ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ വ്യത്യാസം നമ്മൾ ഇക്കാര്യത്തിലും വിലയിരുത്തി പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകം ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം എന്ന് പറയുമ്പോൾ മുതലാളിത്ത ലോകം. ഇപ്പോൾ 2008-2009 സാമ്പത്തിക വർഷങ്ങളിലാണ് വലിയ പ്രതിസന്ധി സാമ്പത്തിക രംഗത്ത് ഇവിടെ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ അനുഭവപ്പെടുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇന്നേ വരെ ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ഒരു പരിശോധന നടത്തിയാൽ GDP അതിൻ്റെ വളർച്ചാ നിരക്ക് കീഴോട്ടാണ് സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ. രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയാണ് എല്ലാ രാജ്യങ്ങളിലും ഇന്ന് അനുഭവപ്പെടുന്നത്. അത് IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളടക്കം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയാണ്. അതുപോലെ ലോക സാമ്പത്തിക രംഗം നമ്മൾ പരിശോധിച്ചാൽ മൊത്തം 720 കോടി ജനങ്ങളാണ് ലോകത്തുള്ളത്, ലോക ജനസംഖ്യ. പക്ഷെ എന്താണ് ഇന്നത്തെ അവസ്ഥ? ഈ 720 കോടി മനുഷ്യരിലെ വെറും 1% കൈവശമാണ് ലോക സമ്പത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 50% എന്നതാണ്. അപ്പോൾ ആ നിലയിൽ ഭീകരമായിട്ടുള്ള ഒരു അസമത്വം ലോക സാമ്പത്തിക രംഗത്ത് നിന്ന് നിൽക്കുകയാണ്. അതിൻ്റേതായ കെടുതികളിൽ കൂടി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഈ COVID-19 എന്ന മഹാമാരിക്ക് ലോക ജനത ഇന്ന് വിധേയപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു പ്രത്യേക അവസ്ഥയെ ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് സാധാരണ മനുഷ്യർ അഭിമുഖീകരിക്കുന്നു എന്ന വസ്തുത. ഇത് ആഴത്തിൽ തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം, ഈ COVID-19 വ്യാപനത്തിൽ 3-ാം സ്ഥാനത്താണ്. ബ്രസീലാണ് 2-ാം സ്ഥാനത്ത്, അമേരിക്ക 1-ാം സ്ഥാനത്താണ്. അപ്പം 3-ാം സ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ മഹാമാരിയുടെ വ്യാപനത്തെ തടയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നതാണ് ഇതിൻ്റെ അന്തഃസത്ത.
ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് മാസം 24-ാം തീയതിയാണ് രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് എതിർക്കാനായിട്ട് കഴിയില്ല. ആശയത്തോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചാണ്. പല രാജ്യങ്ങളിലും, ലോകത്ത് തന്നെ പല രാജ്യങ്ങളിലും ലോക്ക്ഡൗൺ പ്രഖ്യാപനം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിരോധ നടപടികൾ, ഒരു പരിധിവരെ ഈ ലോക്ക്ഡൗൺ ഈ രോഗത്തെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ വിജയകരമാണ് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ആശയത്തെയൊന്നും നമ്മൾ എതിർക്കുന്നില്ല, CPM എതിർക്കുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ മാർച്ച് 24-ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആരോടും ആലോചിക്കാതെ, പ്രത്യേകമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഉടനെ വളരെ പെട്ടെന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. എന്താണ് നമ്മുടെ രാജ്യത്തുണ്ടായത്? നമുക്കെല്ലാം നല്ലതുപോലെ അറിയാം. ആരാണ് ഇതിന് വില കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടത്? എനിക്ക് നിങ്ങൾക്കും അറിയാം. ഞാനൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ, പ്രത്യേകിച്ച് തൊഴിലാളികളാണ് ഇക്കാര്യത്തിലും വലിയ വില കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ. അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ സംസ്ഥാനത്തും വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അതിഥി തൊഴിലാളികളായിട്ട് ജോലി ചെയ്തിരുന്നു. അവരിൽ ഒരു നല്ല പരിധിവരെ ആളുകൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിരിക്കുകയാണ്. ഇന്നും കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. അതിഥി തൊഴിലാളികൾ എന്ന പേരിലാണ് അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, കാണുന്നത്. ഈ അതിഥി തൊഴിലാളികൾ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപനത്തെ തുടർന്ന് അവരെല്ലാം പരിഭ്രാന്തിയിലായി. സ്വാഭാവികമാണ്. അവരുടെ സംസ്ഥാനങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക് പോകാൻ ഉള്ള തയ്യാറെടുപ്പ്. ആ നിലയിൽ കുറേ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, തൊഴിലാളികൾ പലായനം ചെയ്യുകയുണ്ടായി. എന്തുണ്ടായത്? ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ, തൊഴിലാളികൾ തെരുവീഥികളിൽ പടഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ റെയിൽ, തീവണ്ടി, ആ റെയിലിൽ ഉറങ്ങിയിരുന്ന തൊഴിലാളികൾ, തീവണ്ടിയില്ല, ലോക്ക്ഡൗൺ ആണ്, തീവണ്ടി വരില്ല എന്ന വിശ്വാസത്തിലാണ്. പക്ഷേ ചരക്ക് വണ്ടി വന്ന് കയറി ഉറങ്ങിക്കിടന്ന നിരവധി തൊഴിലാളികൾ മരണത്തിന് വിധേയപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ രാജ്യത്തെ പ്രമാണിമാർക്കല്ല, കോർപ്പറേറ്റുകളല്ല, പ്രമാണിമാരല്ല, ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അധ്വാനിക്കുന്ന ജനതയാണ് ഈ കോവിഡ് കാലത്ത്, പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെ കാലത്ത് വില കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഫലപ്രദമായി യാതൊരു നടപടിയും എടുത്തില്ല. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാഹിത്യത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കോവിഡ് മഹാമാരി റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ ജനുവരി 30-നാണ്, 2020 ജനുവരി 30-നാണ്. അത് കേരളത്തിലാണ്, നമ്മുടെ ജില്ലയിലാണ്, തൃശ്ശൂരാണ് ആദ്യ റിപ്പോർട്ട്. ഈ കോവിഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ കോവിഡ് രോഗികളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ്, ഈ രോഗത്തിന് മുമ്പുള്ള അവസ്ഥ രാജ്യത്തെ സംബന്ധിച്ച് എന്തായിരുന്നു? പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് വല്ലാത്ത അവസ്ഥയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. 2019 തെരഞ്ഞെടുപ്പിനെ തുടർന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി മോഡി അധികാരത്തിൽ വന്നത് യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത് എന്ന് ഇന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിച്ചുകൊണ്ട്, ആ നിലയിൽ ജനങ്ങളെ ഒരർത്ഥത്തിൽ അവരുടെ ബോധ നിലവാരത്തെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ തകിടം മറിച്ചുകൊണ്ട്, വർഗീയമായിട്ടുള്ള ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട്, അങ്ങനെയാണ് മോഡി അധികാരത്തിലേക്ക് വരുന്നത്. അധികാരത്തിൽ വന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അക്കാര്യത്തെ സംബന്ധിച്ചല്ല ഇപ്പോൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മോഡി അധികാരത്തിൽ വന്ന് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സ്ഥിതിയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമായ ഒരവസ്ഥ, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥ, കാർഷിക രംഗത്ത് ആത്മഹത്യകൾ, തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ, ഈ നിലയിലുള്ള വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ജനങ്ങൾ അഭിമുഖീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. അങ്ങനെ പ്രയാസപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് ഈ ലോകകാര്യങ്ങളുടെ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെയും നമ്മുടെ രാജ്യത്തും കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഈ രോഗവുമായി രംഗത്ത് വരുന്നത്, രോഗം വ്യാപിക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്
ഈ രോഗാവസ്ഥ രാജ്യത്ത് വീണ്ടും എത്തിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇല്ല എന്ന് പറയുമ്പോൾ മോഡി സർക്കാരിൻ്റെ ചില അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കണ്ടുപോകണം. എന്താ അവർ പറഞ്ഞത്? മോഡി എന്താ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ 20 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്. അതാണ് നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ 5 ദിവസങ്ങൾ തുടർച്ചയായിട്ടുള്ള പ്രഭാഷണ പരമ്പര വഴിയാണ് ഈ 20 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജിനെ സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിച്ചത്. 20 ലക്ഷം കോടി രൂപ എന്ന് പറയുമ്പോൾ അത്ര ചെറിയൊരു സംഖ്യയൊന്നുമല്ല. ആ അഭിപ്രായം നമുക്കില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കണക്കനുസരിച്ച്, വിവിധ ഏജൻസികളുടെ കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ GDP എന്ന് പറയുന്നത്, മൊത്തം വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 200 ലക്ഷം കോടി രൂപയുടേതാണ്. അപ്പോൾ 200 ലക്ഷം കോടി രൂപയുടെ മൊത്തം സമ്പത്ത് അതിൻ്റെ 10% 20 ലക്ഷം കോടി രൂപ പ്രത്യേക പാക്കേജായിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്യപ്പെടുന്നു. ഇതാണ് അവർ അവകാശവാദമായിട്ട് മുന്നോട്ട് വെച്ചത്. ധനകാര്യമന്ത്രി അതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങളോട് പറയുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ സംഗതി, നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? സത്യത്തിൽ ഇത് ഒരു തട്ടിപ്പ് പരിപാടിയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് പരിപാടി എന്ന് പറയാൻ കാരണം, ഈ 20 ലക്ഷം കോടി രൂപയിൽ പരമാവധി 2 ലക്ഷം കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് നേരിട്ട് ചെലവ് വരുന്നത് ഖജനാവിൽ നിന്ന്. അത് തീർത്തും അപര്യാപ്തമായിട്ടുള്ള ഒരു തുകയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ 20 ലക്ഷം കോടിയിൽ ബാക്കി വരുന്ന 18 ലക്ഷം കോടി രൂപയാണ്. അതെന്താ? അത് കേന്ദ്ര ഗവൺമെൻറ് ഇവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങളോട്, പ്രത്യേകിച്ച് ബാങ്കുകളോട് ലോൺ കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബാങ്കുകൾ ലോൺ കൊടുക്കണം. ബാങ്കുകളിൽ ലോൺ കൊടുക്കുന്ന ഒരു അവസ്ഥയല്ല ഇന്ന് രാജ്യത്ത്. കാരണം അവരെ സംബന്ധിച്ച് പത്രങ്ങൾ ദിവസേന എന്നുള്ള നിലയ്ക്ക് ബാങ്കുകളുടെ അവസ്ഥയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. കിട്ടാക്കടം വരികയാണ്. അപ്പോൾ കടം കൊടുക്കാൻ ബാങ്കുകളൊന്നും തയ്യാറില്ല. അത് മറ്റൊരു വിഷയം. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രസക്തമായിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ, വെറും 2 ലക്ഷം കോടി രൂപയുടെ പ്രഖ്യാപനം മാത്രമാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ചുരുങ്ങിയ ചെലവ് മാത്രമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഖജനാവിന് വരുന്ന ചെലവ് അതാണ് നമ്മൾ കാണുന്നത്. ഇതിലെ ഒരു ഉദാഹരണം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടുത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുണ്ട്. അവർക്ക് വേണ്ടി വെറും 40,000 കോടി രൂപ മാത്രമാണ് മാറ്റിവെച്ചത്. അപ്പോൾ തീർത്തും അപര്യാപ്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ സാമ്പത്തിക പാക്കേജിൻ്റെ മറവിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതും ഒരു പറ്റിപ്പ് പരിപാടിയാണ്, വഞ്ചനാപരമായിട്ടുള്ളൊരു നിലപാടാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, ഇതിൻ്റെ മറവിൽ കേന്ദ്ര ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്. സർക്കാരിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, BJP ഗവൺമെൻറ്റിൻ്റെ അജണ്ടയാണ് ലിബറൽ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വകാര്യവൽക്കരണം. ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് സ്വകാര്യവൽക്കരണം നടക്കുന്നത്? നമ്മൾ ഇതിനകം തന്നെ കണ്ടുപോയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ റെയിൽവേ സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്തെ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നും ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. ഇവിടെ നാടൻ മുതലാളിമാർ മാത്രമല്ല, വിദേശ മുതലാളിമാർ ഈ രംഗത്തേക്ക് വരികയാണ്. അവരെ ക്ഷണിച്ചുകൊണ്ട് വരികയാണ്. FDI എന്ന പേര്. നമ്മുടെ ഡിഫൻസ് മേഖല ഒരു രാജ്യത്തെ സംബന്ധിച്ച്, അത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് രാജ്യമായാലും ആ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖല എന്നത് അങ്ങേയറ്റം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ്. ഈ മേഖലയിൽ പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്തെ ഉൽപ്പാദന മേഖലയിലേക്ക്, ആയുധ നിർമ്മാണ മേഖലയിലേക്ക് വിദേശ മുതലാളിമാരെ ക്ഷണിക്കുകയാണ്. രാജ്യദ്രോഹകരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുക. ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, LIC, അതോടൊപ്പം നമ്മുടെ ദേശസാൽകൃത ബാങ്കുകളെല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്. നമ്മുടെ ഖനികൾ, കൽക്കരി ഖനികൾ ഈ സാമ്പത്തിക പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു കാര്യമാണ്. അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. കൽക്കരി ഖനികളെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. എയർലൈൻസ് സ്വകാര്യവൽക്കരിക്കുകയാണ്. നമ്മുടെ മറ്റേ ബഹിരാകാശ മേഖല,
അങ്ങേറ്റം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ്. ഈ ബഹിരാകാശ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനും ഉള്ള പദ്ധതിയാണ് ഈ പ്രത്യേകമായിട്ടുള്ള പാക്കേജിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേന്ദ്ര സർക്കാർ ജനങ്ങളെ സഹായിക്കാൻ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ 20 ലക്ഷം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുന്നു, ജനങ്ങളെ സഹായിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഒന്നൊഴിയാതെ വിറ്റൊഴിക്കുകയാണ്. അപ്പോൾ ഈ കോവിഡ് സാഹചര്യത്തെ പോലും ജനങ്ങളെ കൊള്ളയടിക്കാൻ, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖലയുടെ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് മാത്രവുമല്ല, ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു അങ്ങേയറ്റം ഗൗരവപ്പെട്ട ഒരു സംഭവം, നമ്മുടെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെല്ലാം ഭേദഗതി ചെയ്യാം. തൊഴിലാളികളെ സംബന്ധിച്ച് ഒരുപാട് സമയം വേണ്ടി വരും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്തരം കാര്യങ്ങളെല്ലാം പറയാനായിട്ട് കഴിയില്ല. എങ്കിലും ഇവിടെ നമുക്കറിയാം, തൊഴിലാളികളുടെ ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. സാർവലൗകികമായി തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു സംഭവമാണ്. വേതനാചരണ പരിപാടികളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കണം. കോൺഗ്രസ് ഗവൺമെന്റുകൾ, BJP ഗവൺമെന്റുകൾ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരേ ലക്ഷ്യത്തിലാണ്. കോർപ്പറേറ്റ് താല്പര്യമാണ് രണ്ട് ഗവൺമെന്റുകൾ സംരക്ഷിക്കുന്നത്, സംസ്ഥാന ഗവൺമെന്റുകൾ. ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? ദേശീയ നിലവാരത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ സംസ്ഥാന ഗവൺമെന്റുകൾ മുഴുവൻ പ്രധാനമായിട്ട് അവരുടെ പിടിപ്പുകേടുകൾ, BJPയുടെ ഇടപെടൽ, MLA-മാരെയൊക്കെ വിലക്കെടുക്കുകയാണ്. ജനാധിപത്യ ധ്വംസനമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇപ്പോൾ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഗവൺമെന്റാണ്, അവിടെ അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ BJP ഗവൺമെന്റാണ്. കോൺഗ്രസ് ഗവൺമെന്റാണ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അധികാരത്തിൽ വന്നത്. രാജസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അവിടെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും രാജസ്ഥാൻ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെടാം, BJP ഗവൺമെന്റ് അധികാരത്തിൽ വരാം. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം. കർണാടകയിൽ അവിടെ മുന്നണി ഗവൺമെന്റായിരുന്നു, കോൺഗ്രസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു ഗവൺമെന്റായിരുന്നു. അവിടെ ആ ഗവൺമെന്റ് അധികാരം വിടാൻ നിർബന്ധിക്കപ്പെട്ടു, BJP അധികാരത്തിൽ വന്നിരിക്കാം. അപ്പൊ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ, സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് കക്ഷിയുടെ ദേശീയ നിലവാരത്തിലുള്ള അവരുടെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരിലും സഹതാപം ഉണ്ടാക്കുന്നതാണ്. അവരാണ് കേരളത്തിൽ വലിയ പ്രഭാഷണങ്ങളും മറ്റുമായിട്ട് രംഗത്തുള്ളത്. അത് മറ്റൊരു വിഷയം, അത് ഞാൻ പിന്നീട് പറയാം. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം, BJP ഗവൺമെന്റ് ആയാലും കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും ഈ ഗവൺമെന്റുകളെല്ലാം കോർപ്പറേറ്റ് താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഗവൺമെന്റുകളാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ജോലി സമയം 8 മണിക്കൂർ എന്നത് 12 മണിക്കൂറായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എത്ര ഭയാനകമായ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ, മോഡി സർക്കാരിന്റെ എല്ലാ വിധത്തിലുമുള്ള ഒത്താശകളും ഇതിന്റെ പിന്നിലുണ്ട്. ഈ തൊഴിൽ നിയമ ഭേദഗതികളെ സംബന്ധിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. കോർപ്പറേറ്റ് ലോകത്തിന്റെ ലാഭം മാത്രമാണ് അവരുടെ താല്പര്യം. തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ പല ഏജൻസികളും അതിന്റെ കണക്കെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ ലോക്ക്ഡൌണിന്റെ അന്തരീക്ഷത്തിൽ 15 കോടി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാണ് കണക്ക്. തൊഴിലാളികളുടെ തൊഴിലില്ലാതാകുന്നു, അവരുടെ വരുമാനം ഭീകരമായ വിധത്തിൽ വെട്ടിക്കുറയ്ക്കപ്പെടുന്നു, വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്ത് നിൽക്കുന്നു. തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ബോധപൂർവം നടത്തുന്നു. ഇതാണ് ഇന്നത്തെ രാജ്യത്തെ അവസ്ഥ. ഇത് നമ്മൾ നല്ലതുപോലെ കാണണം. എന്താ കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത്, BJP ഗവൺമെന്റ് കാണുന്നത്? ഇപ്പോൾ കോവിഡ് നിബന്ധനകൾ വേണ്ടെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പഴയതുപോലെ സംഘടിതമായിട്ടുള്ള പ്രക്ഷോഭണങ്ങൾക്കും സമരങ്ങൾക്കും ഇന്ന് സാധ്യതയില്ല. ഇത് തന്നെ ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് ഈ കോവിഡ് പശ്ചാത്തലത്തെ ജനങ്ങൾ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന, രോഗവ്യാപനത്തിന് ഇരയാകുന്ന ഈ സാഹചര്യത്തെ പോലും മോഡി ഗവൺമെന്റ് തൊഴിലാളികൾക്കെതിരെ, കർഷക ജനതയ്ക്കെതിരെ, കാർഷിക പ്രതിസന്ധി, ആ നിലയിൽ സാധാരണക്കാർക്കെതിരായിട്ടുള്ള നടപടികളാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് ജനങ്ങളെ സഹായിക്കാൻ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നത് നല്ലതുപോലെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം പറയുന്നത് നന്നാകും എന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ വെച്ചാൽ
നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം ഇന്ന് തൊട്ട അയൽ രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളുമായിട്ട് അതിർത്തി തർക്കത്തിലാണ്. കാര്യങ്ങൾ അങ്ങനെ വന്നു വിട്ടുകയാണ്. ഇപ്പോൾ ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കം, അപ്പം അത് പരിഹരിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം. ആ അഭിപ്രായമാണ് CPM-നുള്ളത്, നമുക്കുള്ളത്. അതായത് സംഘർഷങ്ങൾ വഴിയല്ല, യുദ്ധം വഴിയല്ല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്. അതിർത്തി തർക്കങ്ങൾ അത് ഏത് അയൽ രാജ്യമായിട്ടാണെങ്കിൽ പോലും അത് കൂടിയാലോചന വഴി പരിഹരിക്കപ്പെടണം. ആ നിലയ്ക്കുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നല്ല കാര്യമാണ്, സ്വാഗതാർഹമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ സംസാരിച്ചു വരുന്ന കാര്യം എന്താ വെച്ചാൽ, ചൈനയായിട്ട് മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനുമായി സ്ഥിരമായി അതിർത്തി തർക്കമാണ്. ബംഗ്ലാദേശ് ഒരു ചെറിയ രാജ്യമാണ്, അവരായിട്ട് അതിർത്തി തർക്കമാണ്. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം ഒരു ചെറിയ രാജ്യമാണ്, ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അവരുമായിട്ട് അതിർത്തി തർക്കമാണ്. സിലോൺ, ശ്രീലങ്ക, അവരുമായിട്ടുള്ള ബന്ധം നല്ല ബന്ധമാണോ? അല്ല. അപ്പോൾ അയൽ രാജ്യങ്ങളെല്ലാമായിട്ട് സംഘർഷാവസ്ഥയാണ്, അതിർത്തി തർക്കങ്ങളാണ്. എവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്? എല്ലാ വിഷയങ്ങളും വർഗീയമായിട്ട് ഉന്നയിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ ഭേദഗതി ബില്ല് നമുക്കറിയാം. ജമ്മു കാശ്മീർ അങ്ങനെ ഒരു സംസ്ഥാനം, ജമ്മു കാശ്മീരിന് എന്തിനാ ഒരു പ്രത്യേക പദവി? 370-ാം വകുപ്പിൻ്റെ പ്രസക്തി എന്താ, ആവശ്യം എന്താ? ഇതാണ് ചോദിച്ചത് അമിത്ഷാ. പലരും തെറ്റിദ്ധരിക്കപ്പെടുകയുണ്ട്. പക്ഷേ എന്താ കേന്ദ്ര സർക്കാർ ചെയ്ത്? ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തന്നെ ഇന്നില്ല. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംസ്ഥാനം തന്നെ ഇന്ന് രാജ്യത്തില്ല. 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന നിലയിൽ ഉള്ള ഒരവസ്ഥയാണുള്ളത്. എല്ലാം വർഗീയമായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. ഈ കോവിഡ് വിഷയങ്ങളെ അടക്കം ആ രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ ഒരു അവസ്ഥ. ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്താ? എല്ലാം സംസ്ഥാനങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. സംസ്ഥാനങ്ങൾ ഇടപെട്ടേക്കണം. അതായത് സ്വയം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതി. അപ്പോൾ വളരെ ചുരുക്കമായിട്ട് നമ്മൾ നോക്കിയാൽ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏത് ദിശയിൽ രാഷ്ട്രീയ പ്രവർത്തനം, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ന് രാജ്യത്ത് അധികാരത്തിലുള്ള മോഡി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര BJP സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെ, നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ, അതോടൊപ്പം അവരുടെ വർഗീയ അജണ്ടയ്ക്കെതിരെ RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളാണ് കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത്, വർഗീയ ശക്തികൾ. ഈ വർഗീയ അജണ്ടയ്ക്കും എതിരായിട്ട് ഉള്ള പ്രക്ഷോഭണങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നവലിബറൽ സാമ്പത്തിക നയത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ. അപ്പോൾ ആ പ്രക്ഷോഭണങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പഴയതുപോലെ കാര്യങ്ങൾ കഴിയില്ല, കോവിഡ് നിബന്ധനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് എന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുകയാണ്. ഇപ്പം ഇവിടെ നമ്മൾ കേരളത്തിലെ സാഹചര്യം ഒന്ന് പരിശോധിച്ച് പോകേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ഇപ്പോൾ നമുക്കറിയാം, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരാണ് കഴിഞ്ഞ നാലിലധികം വർഷമായിട്ട് കേരളത്തിലുള്ളത്. വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം എല്ലാ രംഗങ്ങളിലും കൃത്യമായി ഇടപെട്ടൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഇപ്പോൾ കൃഷി, സുഭിക്ഷ കേരളം പദ്ധതി കൃത്യമായി ഇടപെടൽ നടന്നു. ക്രിയാത്മകമായിട്ടുള്ള ഒട്ടനവധി ഫലങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കാർഷിക രംഗത്ത്, ഉൽപ്പാദന രംഗത്ത് ഒക്കെ നല്ല നിലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. വ്യവസായ രംഗം പഴയതുപോലെയുള്ള UDFൻ്റെ കാലത്തെ സാഹചര്യം നമുക്കറിയാം. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നല്ല ലാഭത്തിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. മുമ്പെന്തായിരുന്നു സ്ഥിതി? കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വലിയ നഷ്ടത്തിലായിരുന്നു, അഴിമതിയായിരുന്നു. സ്വകാര്യ മേഖലയെ നമ്മൾ കൈയൊഴിയുന്നില്ല. കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായ മേഖല നല്ല നിലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. സേവന മേഖലകളിൽ വിദ്യാഭ്യാസ രംഗം, അതുപോലെ ആരോഗ്യരംഗം, COVID-19 ഈ മറ്റേ മഹാമാരിയെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ലോകത്തിന് തന്നെ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുക. ഈ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് ശക്തിപ്പെട്ടിരിക്കുക. 5 ലക്ഷം കുട്ടികളാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ പുതുതായി സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നേടിയത്. UDFൻ്റെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി? സ്വകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ എയ്ഡഡ്, അൺഎയ്ഡഡ്, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെയാണ് കുട്ടികൾ ഉറ്റുനോക്കിയിരുന്നത്. രക്ഷിതാക്കളും അതായിരുന്നു. ഇന്നാ രംഗം മാറി. സ്മാർട്ട് സ്കൂളുകളിൽ വലിയൊരു ഇടപെടൽ വളരെ ക്രിയാത്മകമായ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരിക്കുകയാണ്. നല്ല ഫലമല്ലേ? നമുക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം, ഇവിടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് കേരള ഗവൺമെൻറ് ഒരു പദ്ധതി തയ്യാറാക്കി.
42 ലക്ഷം കുട്ടികളിൽ ഒരു 2.5 ലക്ഷത്തോളം കുട്ടികൾക്ക് അവർ വീടുകളിൽ സ്മാർട്ട് ഫോണില്ല, മറ്റേ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമില്ല. ഗവൺമെൻറ് ഇടപെട്ടു, എല്ലാവരും ഇടപെട്ടു. എല്ലാവരും എന്ന് പറയുമ്പോൾ കോൺഗ്രസും BJP ഒക്കെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇവിടെ CPM ഇടപെട്ടു, വർഗ ബഹുജന സംഘടനകൾ ഇടപെട്ടു, നിരവധി സംഘടനകൾ ഇടപെട്ടു. കമ്പ്യൂട്ടർ ഇപ്പോൾ ഈ ആധുനിക ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല എന്ന പശ്ചാത്തലം ഇന്ന് കേരളത്തിലില്ല. മിക്കവാറും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യുശക്തി രംഗം സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നിങ്ങൾക്കറിയാം. ക്രമസമാധാന രംഗം, അങ്ങനെ എല്ലാ നിലയിലും എല്ലാ രംഗങ്ങളിലും ഇടപെട്ടൊരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതാണ് പൊതുവായിട്ടുള്ള സ്ഥിതി. ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ. ഇപ്പോൾ ഓക്കി ദുരന്തം വിജയകരമായി ഈ ഗവൺമെൻറ് നേരിട്ടു. നിപ്പ വൈറസ് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ മലബാർ പ്രദേശത്ത് ആയിരക്കണക്കിന് മനുഷ്യർ ഈ നിപ്പ വൈറസിനെ തുടർന്ന് മരണത്തിന് വിധേയപ്പെടാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അധികം മരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആരോഗ്യവകുപ്പ് ഇടപെട്ടു, കേരള ഗവൺമെൻറ് ഇടപെട്ടു. ആ നിപ്പ വൈറസ് എന്ന ആ ദുരന്തത്തെ, ആ പ്രതിസന്ധിയെ കൃത്യമായിട്ട് നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും. 2018, 2019 വർഷങ്ങളിലെ മഹാമാരി പ്രളയക്കെടുതി, പ്രത്യേകിച്ച് 2018 പ്രളയം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2018 പ്രളയക്കെടുതിയുടെ രൂക്ഷത വലുതായിരുന്നു. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഓർമ്മയിലുള്ള കാര്യമാണ്. കേരളത്തിലെ ഗവൺമെൻറ്, മുഖ്യമന്ത്രി കൃത്യമായി ഇടപെട്ട് ആ നിലയിൽ ആ പ്രശ്നം പ്രളയക്കെടുതികളെല്ലാം പരിഹരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഗവൺമെൻറ്റും അഭിമുഖീകരിക്കാത്ത പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടു ഈ ഗവൺമെൻറ്. പക്ഷേ വിജയകരമായി തരണം ചെയ്തു, നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഇപ്പം ഇവിടെ ഇന്നത്തെ പ്രധാന പ്രശ്നം എന്താണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്? ഈ കൊറോണ വൈറസിൻ്റെ വ്യാപനം തന്നെയാണ്. ഈ കൊറോണ വൈറസ് ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചു, ഇന്ത്യയിൽ തന്നെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ്. ഇവിടെ ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തത്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് നമ്മുടെ ആരോഗ്യകാര്യമന്ത്രി ശൈലജ ടീച്ചർ അവർ പ്രത്യേകമായിട്ടുള്ള പ്രശംസയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടന UN മുൻകൈ എടുത്തുകൊണ്ട് അവരെ പ്രശംസിക്കുകയുണ്ടായി. കേരള ഗവൺമെൻറ് ഇടപെടൽ ഈ COVID-19 പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഒരു പുത്തൻ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ വന്നത് എന്ന് നമുക്കറിയാം. അഭിമാനകരമായ നേട്ടമാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ സമീപ ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കേരളത്തിലും വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ, മലയാളികൾ തിരിച്ചു വന്നു. ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയിരുന്ന മലയാളികൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും കേരള ഗവൺമെൻറ്റും കേരളീയ സമൂഹവും. പക്ഷേ തിരിച്ചു വന്നവരിൽ പലരും രോഗികളായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ സമീപ ദിവസങ്ങളിലായിട്ട് സമ്പർക്കം വഴിയുള്ള രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ 1000-ലധികം രോഗികൾ പൊതുവിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ ഭൂരിപക്ഷവും സമ്പർക്കം വഴിയാണ്. ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗികൾ 700-ലധികം രോഗികളാണ്. അതിലും ഭൂരിപക്ഷം സമ്പർക്കം വഴിയാണ്. അപ്പോൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ ജാഗ്രതയെ സംബന്ധിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് വിശദീകരിക്കുന്നില്ല. ഗവൺമെൻറ് നിർദ്ദേശങ്ങളെല്ലാം കണിശമായി അത് പ്രാവർത്തികമാക്കാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്, കേരളീയ സമൂഹത്തിനുണ്ട്. പൊതുവിൽ ആ നിലയ്ക്കാണ്. ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുടെ ഒക്കെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ന് കേരളത്തിലുണ്ട് എന്നത് കാണുമ്പോൾ തന്നെ, അതൊരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കുമ്പോൾ തന്നെ കേരള ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ ആണ് ഇപ്പോൾ ഇവിടെ വിവാദമായിട്ടുള്ള ഈ സ്വർണ്ണക്കടത്ത്, ആ സ്വർണ്ണക്കടത്തിനെ ഒരു ആയുധമാക്കാൻ കഴിയുമോ എന്ന നിലയ്ക്കുള്ള പരിശ്രമം ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾ, UDF, കോൺഗ്രസ്, അതുപോലെ BJP, ഈ 2 ശക്തികളും മിക്കവാറും ഒരേ ഭാഷയിൽ
കേരളത്തിലെ ഗവൺമെന്റിനെ ഈ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന നിലയിലുള്ള ഒരു പാഴ്ശ്രമത്തിൽ അവർ ഏർപ്പെട്ടിരിക്കുക. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. മുമ്പ് ഈ കൊറോണ വൈറസിന്റെ കാലത്തും ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോയിരുന്ന സമയത്തും ഇവര് വൃത്തികെട്ട രീതിയിൽ ഈ ഗവൺമെന്റിനെ എതിർക്കുകയാണ് ചെയ്തത്. ഗവൺമെന്റ് ഒപ്പം നിൽക്കുകയല്ല ചെയ്തത്, കേരളീയ സമൂഹത്തോടൊപ്പം നിൽക്കുകയല്ല ചെയ്തത്. അത് മറ്റൊരു വിഷയം, അത് നമ്മൾ കണ്ടതാണ്. ഇപ്പം ഈ സ്വർണ്ണക്കടത്തും കേരള ഗവൺമെന്റും തമ്മിൽ എന്താണ് ബന്ധം? ഇവിടെ ഇതിനകം തന്നെ കാര്യങ്ങൾ നിങ്ങൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സ്വപ്ന സുരേഷ് അവര് ഈ കേസിൽ പ്രതിയാണ്. അവര് കേരള ഗവൺമെന്റ് IT ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിലും ഒരു കരാർ അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരിയായിരുന്ന ഒരു വസ്തുതയാണ്. അവരെ സംബന്ധിച്ചുള്ള ആക്ഷേപം വന്നു. ആ ആക്ഷേപം വിമർശനം വന്ന ആ നിമിഷം തന്നെ അവരെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുണ്ടായി, ഒഴിവാക്കിയുണ്ടായി. അവരെ സംരക്ഷിക്കുകയല്ല ചെയ്ത്. കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത കൃത്യമായിട്ടുള്ള നിലപാടും തീരുമാനമാണത്. അതുപോലെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി, IT സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ആര്? ഈ ശിവശങ്കർ. അദ്ദേഹത്തെ സംബന്ധിച്ചും ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. പ്രത്യേകിച്ച് ഈ വിവാദ സ്ത്രീയുമായിട്ട് ഈ മനുഷ്യന് ബന്ധമുണ്ട് എന്ന നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന ആ നിമിഷം തന്നെ കേരള ഗവൺമെന്റ്, മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായി. പിന്നീട് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നു. അതിൽ ശിവശങ്കർ കുറ്റക്കാരനാണ് പ്രഥമ ദൃഷ്ട്യാ എന്ന് കണ്ടെത്തി. ഗവൺമെന്റ് എന്താ ചെയ്തത്? ഈ ശിവശങ്കർ എന്ന് പറയുന്ന മുൻ IT സെക്രട്ടറിയെ 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. IAS ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്താ? ആക്ഷേപത്തിന് വിധേയരായ ആളുകളെ സംരക്ഷിക്കുകയല്ല കേരള ഗവൺമെന്റ് ചെയ്തത്. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് അവരെ നടപടിക്ക് വിധേയപ്പെടുത്തുകയാണ് ചെയ്തത്. അതാണ് LDF ഗവൺമെന്റ്. പക്ഷേ ഇന്ന് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ, മാധ്യമങ്ങൾ, കോൺഗ്രസ്, BJP LDF സർക്കാരിനെ, പിണറായി വിജയന്റെ ഗവൺമെന്റിനെ UDF സർക്കാരുമായിട്ട്, ഉമ്മൻചാണ്ടിയുടെ സർക്കാരുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നത്. അത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അതൊന്നും വസ്തുതയല്ല. ഈ വക നിലപാടുകളൊന്നും കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല. കേരളത്തിൽ ജനങ്ങൾ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? UDF അല്ല LDF. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ അത് ആവർത്തിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ആ സാഹചര്യം ഇന്നത്തെ സാഹചര്യം തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിൽ നന്മതിന്മകളുണ്ട്. അഴിമതി അതൊന്നും സമൂഹത്തിൽ തുടച്ചു മാറ്റപ്പെട്ടിട്ടില്ല. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, ഇന്ന് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ, അതിന്റെ രാഷ്ട്രീയ നേതൃത്വം, LDF നേതൃത്വം ഒന്നും ഒരു അഴിമതി ആരോപണത്തിന് വിധേയപ്പെട്ടിട്ടില്ല. പക്ഷേ സമൂഹത്തിൽ അഴിമതിയും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. നന്മതിന്മകൾ ഈ സമൂഹത്തിലുണ്ട്. നന്മതിന്മകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇടതുപക്ഷ രാഷ്ട്രീയം, CPIM, ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് നന്മയ്ക്കൊപ്പമാണ് നിൽക്കുക. അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതാണ് ഈ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം മനസ്സിലാക്കാതെ ഇത് തന്നെ ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് സർക്കാരിനെ ജനമധ്യത്തിൽ താറെടുക്കുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന ശ്രമങ്ങളൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. എന്താണ് യഥാർത്ഥ സംഭവം? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുമ്പോൾ അതിനെ അന്തർദേശീയ മാനങ്ങളുണ്ട്. ഇപ്പോൾ NIA അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക, കസ്റ്റംസിന്റെ അന്വേഷണം നടക്കുക. ആര് വേണമെങ്കിലും അന്വേഷണം നടത്തട്ടെ, സാമാന്യേന തൃപ്തികരമായ രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ സ്വർണ്ണക്കടത്ത്? അതിലടങ്ങിയിരിക്കുന്ന വിഷയം എന്താ? കള്ളക്കടത്താണ് ഒന്ന്, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. സാർവദേശീയ മാനങ്ങൾ വരെ ഇക്കാര്യത്തിലുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ തകിടം മറിക്കുന്ന സംഭവമാണിത്. വലിയ ഇപ്പോൾ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മറവിൽ നടന്നിട്ടുള്ളത്? ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ?
എത്ര കണ്ട് ആഴത്തിലാണ് ഈ വിഷയം നിൽക്കുന്നത്? ഇതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധന നടക്കണം. LDFന്റെ നിലപാട്, CPIMന്റെ നിലപാട്, കേരള ഗവൺമെന്റിന്റെ നിലപാട് അതാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിന് അതല്ല ആവശ്യം, BJPക്ക് അതല്ല ആവശ്യം, മാധ്യമങ്ങൾക്കും അതല്ല ആവശ്യം. ഞാൻ നിങ്ങളോട് ആദ്യം സൂചിപ്പിച്ചതാണ്, ഇവിടെ ഈ വിഷയത്തിന്റെ ഗൗരവം എന്ത് എന്ന് കണ്ടെത്തുന്നതിന്, കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരുന്നതിന്, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന്, അതിനല്ല ഇവർ ശ്രമിക്കുന്നത്. ഇപ്പം എന്താ സംഗതി? നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ കുറേയേറെ പ്രതികളെ, അല്ലെങ്കിൽ 16-18 പേര് എന്നാണ് എൻ്റെ ഓർമ്മ, ഇത്രയധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താ? എന്താണ് സത്യാവസ്ഥ? എന്താ? അവരിൽ പലരും BJPക്കാരാണ്. BJPയുടെ പ്രമുഖ പ്രവർത്തകരായിട്ടുള്ള സന്ദീപ് നായർ BJPയുടെ പ്രവർത്തകനും നേതാവുമാണ്. ആർക്കറിയാത്തത്? ആ മൂവാറ്റുപുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കക്ഷിയുണ്ട്, അയാൾ കോൺഗ്രസ് പ്രവർത്തകനാണ്. റമീസ് ഇതിൽ വലിയ പങ്കുള്ള ആളാണ്. അത് മറ്റേ റമീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ പത്രങ്ങളിൽ ദിവസേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, മനോരമ, മാതൃഭൂമി ഉൾപ്പെടെ. ആരാണ്? ലീഗിൻ്റെ പ്രവർത്തകരാണ്. പലരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായി നല്ല ബന്ധമുള്ള ആളുകളാണ്. കോൺഗ്രസ് നേതാക്കന്മാരാണ്, BJP നേതാക്കന്മാരാണ്. അതല്ലേ വസ്തുത? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചല്ല ഇവിടെ ചർച്ച. അതൊന്നും ഇവരെ സംബന്ധിച്ചുള്ള മുഖ്യ വിഷയമല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതാണ് കേരളത്തിലെ അവസ്ഥ എന്ന് നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, എനിക്ക് എൻ്റെ കേൾവിക്കാരായ നിങ്ങളോട്, സഹാക്കളോട്, സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണെങ്കിൽ പോലും എല്ലാ രംഗങ്ങളിലും കൃത്യമായി ഇടപെട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ LDF സർക്കാരിനെ സംരക്ഷിക്കേണ്ട, ഈ സർക്കാരിനെ ശക്തിപ്പെടുത്തേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയണം. CPIMനെ ശക്തിപ്പെടുത്താൻ കഴിയണം. ഈ വലതുപക്ഷ അജണ്ടയെ ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള അവിഹിത ബന്ധം, അതെല്ലാം പിണറായി വിജയൻ, സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി, CPIMന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പിണറായി വിജയൻ, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ തുറന്നു കാണിച്ചിട്ടുണ്ട്. നിങ്ങളും അത് പത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒരേ സ്വരമാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ സ്വരവും ഇവിടെ കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സ്വരവും ഒന്ന് തന്നെയാണ്. ഒരേ സ്വരത്തിലാണ് അവർ സംസാരിക്കുന്നത്. അതിലവർക്ക് ഹിഡൻ അജണ്ടയാണുള്ളത്. അപ്പോൾ ഇത് തിരിച്ചറിയേണ്ട ഒരു ബാധ്യത കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താ ഇവർ ലക്ഷ്യം വെക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പായി, ഒരു വർഷം തികയുന്നതിന് മുമ്പായിട്ട് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ഏതാനും മാസങ്ങൾക്കകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ. ഈ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ മിക്കവാറും ഇന്ന് LDF നിയന്ത്രണത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ? ഇതാണ് ഇവരുടെ അജണ്ട. ദുഷ്ടലാക്കാണ്. അപ്പോൾ ഇവിടെ ഈ സ്വർണ്ണക്കടത്തിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുക, അതല്ല അജണ്ട. LDFനെ, CPIMനെ, കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ കഴിയുമോ എന്നതാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം, മുന്നോട്ട് വരാൻ കഴിയണം. അപ്പോൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്നത്തെ സാർവദേശീയ ദേശീയ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഈ കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് ദിശയിൽ നമ്മൾ പോകണം എന്നാണ്. അത് എൻ്റെ വീക്ഷണത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ എന്ന് പറയുമ്പോൾ, ഞാനെങ്ങനെ പ്രവർത്തിക്കണം എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും ഈ കാര്യങ്ങൾ ശരിയാവണ്ണം വിലയിരുത്തിക്കൊണ്ട് നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. CPIMനെ ശക്തിപ്പെടുത്തുക. ഈ രാജ്യത്ത് കൃത്യമായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലയ്ക്ക് ദേശീയാടിസ്ഥാനത്തിൽ ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക. കേരളത്തിൽ LDFനെ ശക്തിപ്പെടുത്തുക. LDFന്റെ നേതൃശക്തി എന്നുള്ള നിലയിൽ CPIMനെ ശക്തിപ്പെടുത്തുക. ഈ കടമ ഏറ്റെടുക്കാൻ, ആ നിലയിൽ മുന്നോട്ട് പോകാൻ, ജനങ്ങളെ സമീപിക്കാൻ, എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിന് CPIMന്റെ പ്രവർത്തകർ വളരെ മാതൃകാപരമാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി പാമ്പ് കടിയേറ്റു, ആ കുടുംബം
ക്വാറന്റൈനിലാണ്. വീട്ടുകാർ മറ്റേ വലിയ മറ്റേ സഹായത്തിന് അഭ്യർത്ഥിച്ച് അയൽക്കാരും തിരിഞ്ഞു നോക്കാനുണ്ടായില്ല. ഭയന്നിട്ട് കുറ്റം പറയാനായിട്ട് കഴിയില്ല. പക്ഷേ CPIMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് ആ കുട്ടിയെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ടില്ലേ, പിന്നെ നിങ്ങൾ കണ്ടതാണ്, പത്രത്തിൽ വായിച്ചതാണ്, ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ കുന്നംകുളത്ത് വളരെ അഭിമാനം തോന്നി എനിക്ക് ആ വാർത്ത വായിച്ചപ്പോൾ. അവിടെ ഇതുപോലെ തന്നെ ഒരു തൂങ്ങിമരണം, ആരുമുണ്ടായില്ല. CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, DYFIയുടെ നേതാക്കന്മാർ അവരാണ് പോയി ആ ഡെഡ് ബോഡി താഴെ ഇറക്കി അനന്തര നടപടികൾ സ്വീകരിച്ചു. ചേലക്കരയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരു സാധുശ്രീ, അവരുടെ ഭർത്താവ് മരിച്ചു, ഒരാളും സഹായിക്കാനുണ്ടായിരുന്നില്ല. വലിയ നിലവിളി. ആരാ പോയത്? CPMന്റെ ആളുകളാണ്. ഞാൻ എല്ലാറ്റിൻ്റെയും എല്ലാ നന്മയുടെയും ഉത്തരവാദി CPM എന്ന അല്ലെങ്കിലും ഈ കാലത്ത് നമുക്ക് കണ്ണു തുറന്നു നോക്കുന്നവർക്ക്, യഥാർത്ഥത്തിൽ വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് കാണാൻ കഴിയും CPIM, അതിൻ്റെ നേതാക്കന്മാർ, പ്രവർത്തകർ അവരാണ് ഇന്ന് രംഗത്തുള്ളത്. ഞാനിത് പറയാൻ കാരണം CPIM എന്നുള്ള നിലയ്ക്ക്, അതിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക്, നമ്മൾ സഖാക്കൾ എന്നുള്ള നിലയ്ക്ക് ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിലും ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അർഹിക്കുന്ന വിധത്തിൽ അവരെ ഏതടിസ്ഥാനത്തിലായാലും സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം. അത് നമ്മുടെ കടമയാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. സമയം കൂടി പോയി. വർത്തമാനത്തിൻ്റെ പുതിയ പംക്തി ഏറെ സവിശേഷതകളോടെ എൻ്റെ ദൃഷ്ടിയിലെന്ന ഈ പരിപാടി അനാവരണം ചെയ്തുകൊണ്ട് CPIMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് MM വർഗീസ് കോവിഡ് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും വിശദീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഈ പംക്തിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം വർത്തമാനം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കൂർക്കഞ്ചേരി ഓഫീസിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൂർക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന നവമാധ്യമ സ്റ്റുഡിയോയിലേക്ക് നേരിട്ടും 9446141741 എന്ന വാട്സപ്പ് നമ്പറിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ടതാണ് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വർത്തമാനം ഇവിടെ അവസാനിക്കുന്നു. നാളെ വർത്തമാനം പതിവ് പോലെ തുടങ്ങും. വർത്തമാനത്തിൽ നാളെ പ്രമുഖ സിനിമാ നടനും കാരിക്കേച്ചർ ആർട്ടിസ്റ്റുമായ ജയരാജ് വാര്യർ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഓർമ്മച്ചപ്പ് തുറക്കും. കൃത്യം 7:15. നന്ദി, നമസ്കാരം.